ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ആക്രമണം ഉടൻ ഉണ്ടായേക്കാമെന്നാണ് അമേരിക്കൻ മാധ്യമമായ NBC റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ സജ്ജമാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ, അഗസ്റ്റിൻ? അഖില, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പശ്ചിമേഷ്യ വീണ്ടും നിലവിൽ സംഘർഷഭരിതമായൊരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ വരും ദിനങ്ങളിൽ തന്നെ ആക്രമിക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമമായ CBC റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിലവിൽ ഇറാൻ്റെ ആണവ കരാർ, ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തടയുന്നതിനുള്ള ചർച്ചകൾ US-മായി നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ആക്രമണം ഒഴിവാക്കി നിർത്തി എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഇത് ഏറ്റവും വളരെ സ്ഫോടനാത്മകമായ സാഹചര്യമാണ് ഇത് എന്ന് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഇറാഖിലുള്ള US എംബസിയിൽ നിന്ന് അത്യാവശ്യമുള്ള ജീവനക്കാരൊഴികെയുള്ള ആളുകൾ ഒക്കെ തന്നെയും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ അമേരിക്ക ആവശ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ തന്നെയും പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെയാണ് ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങളടങ്ങുന്ന വലിയ രേഖകളടങ്ങുന്ന വിവരങ്ങളൊക്കെ തന്നെയും ചോർത്തിയെന്ന് അവകാശപ്പെട്ട് ഇറാൻ്റെ സൈന്യം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ നേരത്തെ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള അനുവാദം, US-ൻ്റെ അനുവാദം കാത്തു നിൽക്കുകയായിരുന്നു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യത്തിൽ ആണവ കേന്ദ്രം ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്ന വാർത്തയാണ് വരുന്നത്. വളരെ വലിയ വാർത്തയാണ് വരുന്നത്. അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു.